മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിന് കത്ത് അയച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന കത്ത് താൻ എഴുതിയതല്ലെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് 22-ന് ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ ഉമ്മൻചാണ്ടിയും സുധീരനും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്ത് നൽകിയെന്ന എക്കണോമിക് ടൈംസിലെ വാർത്ത രാവിലെ തന്നെ ആഭ്യന്തരമന്ത്രി നിഷേധിച്ചിരുന്നു. വാർത്തയ്ക്ക് ആധാരമായ കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോഴും കത്ത് എഴുതിയിട്ടില്ലെന്ന നിലപാട് ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു. പുറത്തു വന്നിരിക്കുന്ന കത്ത് ഔദ്യോഗിക ലെറ്റർ പാഡിലല്ലെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. ഒപ്പ് സ്കാൻ ചെയ്തതാണ്. പേരെഴുതി ഒപ്പിടുമ്പോൾ R, C എന്നീ അക്ഷരങ്ങൾ മാത്രം വലിയ അക്ഷരത്തിൽ എഴുതുക എന്നതാണ് പതിവ് രീതി. പുറത്തു വന്നിരിക്കുന്ന കത്തിൽ എല്ലാ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളാണ്. റെസ്പെക്ടഡ് സോണിയാജി എന്ന ആമുഖത്തോടെ നോട്ടെന്ന് രേഖപ്പെടുത്തിയാണ് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് സാധാരണ കത്ത് നൽകാറുള്ളത്. ഈ കത്തിൽ അങ്ങനെ ഒന്നുമില്ല. മാത്രമല്ല, പേരെഴുതി ഒപ്പിടുന്നതിന്റെ ഇടതുഭാഗത്തായി വീണ്ടും സോണിയാഗാന്ധിയുടെ പേര് സൂചിപ്പിക്കും. കത്ത് തന്റേതല്ലെന്ന് സ്ഥാപിക്കാൻ ഇത്രയും വിശദീകരണങ്ങളാണ് ആഭ്യന്തരമന്ത്രി നൽകുന്നത്. അങ്ങനെ അയച്ചിട്ടില്ല എന്ന് ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. അത് നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി KPCC അധ്യക്ഷനെയും അറിയിച്ചു. KPCC ഭാരവാഹി യോഗത്തിൽ ഇക്കാര്യം സുധീരൻ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും ചൊവ്വാഴ്ച ഡൽഹിയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളും ചർച്ചയാകും. സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ് സമയം അനുവദിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്ത് നൽകിയതായി ദേശീയ മാധ്യമമാണ് വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് അഴിമതി വ്യാപകമാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടമായെന്നും ചെന്നിത്തലയുടേതാണെന്ന് അവകാശപ്പെടുന്ന കത്തിൽ പറയുന്നുണ്ട്. സർക്കാരിലും പാർട്ടിയിലുമുണ്ടായ ഗുരുതര വീഴ്ചകൾ കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടിക്ക് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തെഴുതിയതായി എക്കണോമിക് ടൈംസ് ദിനപത്രമാണ് വാർത്ത പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് ചെന്നിത്തല എഴുതിയതായി പറഞ്ഞ കത്തിന്റെ പകർപ്പ് ലഭിക്കുകയും ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തന വീഴ്ചകൾ, BJPയുടെ വളർച്ച തുടങ്ങിയ വിഷയങ്ങളാണ് കത്തിന്റെ ഉള്ളടക്കം. സംസ്ഥാന ഭരണത്തിൽ അഴിമതി വ്യാപകമായിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഘടകങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ക്ഷീണത്തിന് കാരണങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ മോശം പ്രകടനം തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം BJP ഒരു ശക്തിയായി സംസ്ഥാനത്ത് വളർന്നു കഴിഞ്ഞെന്ന് കത്തിൽ പറയുന്നു. BJP അതിന്റെ സാന്നിധ്യം വൻതോതിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനം നേടി. മിക്ക നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും BJP അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന നായർ സമുദായം BJPയോടും LDFനോടും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. ഈഴവ സമുദായം നിലവിൽ തന്നെ BJPയുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഈ നീക്കങ്ങൾ BJPയെ കാര്യമായി സഹായിച്ചെന്നും കത്തിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ചെന്നിത്തല മടിക്കുന്നതെന്തിന്? നേതൃമാറ്റം ഉന്നയിക്കാൻ മാത്രം ശക്തി രമേശിന് കൈവന്നിട്ടുണ്ടോ? പുറത്തുവന്ന കത്തിൽ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസുകാരുടെ പൊതുവികാരം തന്നെയല്ലേ? KPCC വക്താക്കളായ രാജ്മോഹൻ ഉണ്ണിത്താൻ, പന്തളം സുധാകരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിടവേള.